ആ ഭാഗത്തു നിന്നാണ് നമ്മൾ വന്നത്. നമ്മൾ ആ സൈഡിലാണ് കുഞ്ഞിയെ വെച്ചിരിക്കുന്നത്. ഇതുണ്ട്, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രസകരമായ കാഴ്ച. മഴവിൽ വർണ്ണങ്ങൾ മൂടിയ ടെൻറ്റുകളാണ് മുഴുവൻ. ഇത് മുഴുവൻ കടകളാണ് കേട്ടോ. അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു വലിയ ബിൽഡിങ് കാണാം. അതിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ബിൽഡിങ്ങാണ്. അതോടൊപ്പം തന്നെ പഴയ ധാരാളം ബിൽഡിങ്ങുകൾ, പഴയ കൊട്ടാരങ്ങളും കൊത്തളങ്ങളും ഒക്കെയാണ്. ഇതിലൊന്ന് നിസാം ജനറൽ ഹോസ്പിറ്റലാണ്. യുനാനി ചികിത്സയുടെ ഒരു ഹോസ്പിറ്റലാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് മസ്ജിദും കാണാൻ പറ്റും. കുഞ്ഞിയിരിക്കുന്നത് ആ മരച്ചോട്ടിലാണ്. ആ മരത്തിൻ്റെ ഇടയിലാണ് കുഞ്ഞിയിരിക്കുന്നത്. ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇതുവരെ മറിഞ്ഞൊന്നും പോയിട്ടില്ല സൈക്കിള്. ഈ വഴിയുടെ നടുവിൽ നിറയെ കടകൾ. ഈ കടകൾ ഒഴിവാക്കിയാൽ തന്നെ ഈ ഇത് കാണാൻ വളരെ മനോഹരമായിരിക്കും. വെള്ളം നിറഞ്ഞു കേട്ടോ. അങ്ങനെ ഇവിടുത്തെ ഗുണം ഇതാണ്, ഒരു ചെറിയ മഴ വന്നാൽ മതി, മൊത്തം നിറയും. ഇനിയിപ്പോൾ 2 ദിവസത്തേക്ക് നല്ല മഴയാണെന്നാണ് കേട്ടത്. അതുകൊണ്ട് നമ്മുടെ കാര്യം, യാത്രയുടെ കാര്യമൊക്കെ പരിതാപകരമാണ്. അങ്ങ് അകലെ കാണുന്നതാണ് ആലിക്കാസിൻ്റെ ജ്വല്ലറി. അവിടെ നിന്നാണ് നമ്മൾ വന്നത്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പശ്ചാത്തലത്തിലാണ് ഞാനിപ്പോൾ ചാർമിനാറിൽ നിൽക്കുന്നത്. അതിൻ്റെ തൊട്ട് മുമ്പിൽ കാണുന്നത് ഇവിടുത്തെ ജുമാ മസ്ജിദാണ്. നമ്മുടെ കുഞ്ഞി സൈക്കിളൊക്കെ അങ്ങ് അകലെയാണ് ഇരിക്കുന്നത്. ഇതിനുള്ളിൽ തന്നെയാണ്, പോലീസ് ചെക്ക് പോസ്റ്റിൻ്റെ അടുത്താണ്. ഇതാണ് അവസ്ഥ. മൊത്തമായിട്ടും വെള്ളം കയറാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. വളരെ ശക്തമായ മഴയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുണ്ടോ, അങ്ങ് അകലെ കാണുന്നത് മലബാർ ഗോൾഡിൻ്റെ ബോർഡാണ്. പക്ഷേ അതൊന്നും ഇപ്പോൾ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. ഇതൊക്കെ ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലും ഗവൺമെൻറ് ബിൽഡിങ്ങുകളൊക്കെയാണ്, പഴയ കൊട്ടാരങ്ങളൊക്കെയാണ്. അപ്പോൾ അവസ്ഥ വളരെ മോശമായതുകൊണ്ട് നമ്മളിവിടെ തന്നെ തങ്ങുകയാണ്. 4:30 വരെ ഇതിൻ്റെ തൂത്തിയിരിക്കാം. അതിനുശേഷം എങ്ങോട്ടേലും ഇറങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇന്ന് ശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. കാറ്റില്ല, പക്ഷെ ഭയങ്കര മഴയാണ്. ഇപ്പോൾ പുറത്ത് മഴയാണെങ്കിൽ നനഞ്ഞ പ്രാവുകളൊക്കെ വന്നിട്ട് എഴുതിയിരിക്കുന്നത്. പുറത്ത് മഴ. ഇപ്പം നടുത്തളത്തിലോട്ട് എല്ലാവരും വന്നു. കാരണം 4 സൈഡിൽ നിന്ന് കാറ്റടിക്കുമ്പോഴത്തേക്കും ഈ ആർച്ചുകളുടെ ഉള്ളിലൂടെ വെള്ളം അകത്തേക്ക് കയറും. അപ്പോൾ എല്ലാവരും മുകളിലേക്ക് പോകുന്നു. എൻട്രി പാസ് എടുത്ത് എല്ലാവരും മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച. നിറയെ പ്രാവും കൂട്ടങ്ങളാണ്. എവിടെ നോക്കിയാലും പ്രാവും കൂട്ടങ്ങൾ. അതുപോലെ തന്നെ ഇത് ഒരു ജാതി മുഖമായിട്ടാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. 2 ജാതികളാണ് നിൽക്കുന്നത്. ചൈനീസ് കലാകൃതിൻ്റെ ഒരു രീതി കൂടിയുണ്ട്. അതിൽ ഇതിലാണ് ഡിസ്ട്രിക്ട് എഴുതിയിരിക്കുന്നത്. ജാതിയുടെ 2 തല. നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് വന്നാണ്. ഇവിടെ കുറച്ചുകൂടെ ലൈറ്റുള്ള ഏരിയയാണ്. ഇത്ര മനോഹരമായ ശില്പങ്ങളാണ് കൊത്തിവെച്ചിരിക്കുന്നത്. കൊത്തിവെച്ചിരിക്കുന്നതല്ല, അത് ഉണ്ടാക്കിയതിന് ശേഷം അതിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ
അതിൻ്റെ ആ മനോഹാരിതയാണ്. താഴെ പൂക്കളും മുകളിൽ ഇലകളും ഒക്കെ ആയിട്ടുള്ള ഒരു മനോഹരമായ ശില്പമല്ല, പണികൾ, കൊത്തുപണികൾ. ചുണ്ണാമ്പും മണലും അതുപോലെ തന്നെ ഇഷ്ടികയും ചേർത്തുള്ള ഒരു നിർമ്മിതിയാണ്. അപ്പോൾ ഇതാണ് ചൗമഹൽ പാലസ്. പാലസിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഫുള്ള് മെയിൻ്റെനൻസ് നടക്കുകയാണ്. അപ്പോൾ വലിയൊരു ഇടനാഴിയാണ് ഈ പാലസിനുള്ളത്. അപ്പോൾ നമ്മൾ പാലസിൻ്റെ ഇടനാഴിയിലൂടെ കയറി വരുമ്പോൾ ഇതുണ്ടോ, ഒരു 4 കെട്ട് മോഡലിലുള്ള കൊട്ടാരം ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുകയാണ്. അതിൻ്റെ മെയിൻ്റെനൻസ് വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രധാന കൊട്ടാരം. ഇത് അനുബന്ധ കൊട്ടാരങ്ങളാണ്. വലിയൊരു ഗാർഡനും വലിയൊരു ഫൗണ്ടൻ സെറ്റപ്പൊക്കെയുള്ള ഒരു മുഗൾ കാലത്തിൻ്റെ ഒരു പ്രൗഢി പേർന്ന കൊട്ടാരമാണിത്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ട്, ഇടനാഴി ഇങ്ങനെ വിശാലമായിട്ട് ഒരുപാട് ഡോറുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതെല്ലാം ഓരോ കമാനത്തിനും ഓരോ ഹാളായിട്ട് തന്നെ നമുക്ക് കൂട്ടാം. ഒരു മുറിയായിട്ടോ, പട്ടാളക്കാർ വിശ്രമിച്ചിരുന്നതോ രാജാക്കന്മാരൊക്കെ വിശ്രമിച്ചിരുന്ന സ്ഥലങ്ങളാണിത്. അപ്പോഴത്തെ അതിനുള്ളിലൂടെ നമ്മളിങ്ങനെ മുമ്പോട്ട് വന്ന് ഇവിടെയെല്ലാം മെയിൻ്റെനൻസ് നടക്കുകയാണ്. കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റില്ല. ഇവിടെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇതാണ് പ്രധാന കൊട്ടാരം, മഹാരാജാവിൻ്റെ പ്രധാന കൊട്ടാരം. 2 വലിയ സ്തൂപങ്ങളൊക്കെയുള്ള ആ പ്രധാന കൊട്ടാരമാണിത്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഗേറ്റ് കാണാം. ഇതായിരുന്നു രാജാക്കന്മാരൊക്കെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരുന്ന ഗേറ്റ്. ഇതൊരു ഹെറിറ്റേജ് ഇതിൽ പെടുത്തിയിട്ട് ഉള്ള ഒരു കൊട്ടാരമാണ്. ലോണിൽ കയറുന്നതും ചവിട്ടുന്നതും ഒക്കെ പ്രൊഹിബിറ്റഡ് ആണെന്ന് എഴുതി വെച്ചാലും ഇവരെല്ലാം കയറി നടക്കും. അത് അവരുടെ ഒരു ശീലമാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ജാത്യാലുള്ളത് തൂത്താമാറിയൽ എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, അതാണ് കാണുന്നത്. അപ്പം ശരി, ഇത് കണ്ടോ, കൊട്ടാരത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് വന്നാണ്. ഇവിടെയൊക്കെ എൻട്രി അങ്ങനെയൊന്നുമില്ല, എവിടെ വേണമെങ്കിലും കയറി നടക്കാം. ഇത് ആ കൊട്ടാരത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഇത് മറ്റൊരു ഗേറ്റാണ് എൻ്റെ മുമ്പിൽ കാണുന്നത്. ഇങ്ങനെ ധാരാളം ഗേറ്റുകളുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു ഗേറ്റ് കാണാം. ഇതൊരു ഗേറ്റാണ്. അങ്ങനെ ഗേറ്റുകളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഇത്. ഒരു കാര്യാലയമായിട്ട് വർക്ക് ചെയ്തിരുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത്, എൻ്റെ ഇടതുവശത്ത് കാണുന്നത്. പിന്നെ വളരെ മനോഹരമായൊരു പുൽത്തകിടി നിറഞ്ഞ ഒരു ഗാർഡൻ. അത് ഡൈനാസ്റ്റിയുടെ എല്ലാ കാലത്തും എല്ലാ സ്ഥലങ്ങളിലും അവർക്ക് ഗാർഡൻ വലിയൊരു സംഭവമായിരുന്നു. മറ്റൊന്നുമല്ല, അവരുടെ വലിയ കുടുംബമാണ്. എല്ലാവർക്കും ഒന്ന് ഒത്തൊരുമിച്ചിരിക്കാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടി ഗാർഡൻ പണ്ടുതൊട്ടേ ഉണ്ടാക്കുന്നതാണ്. അപ്പോഴത്തേക്കും വളരെ മനോഹരമായ പൂന്തോട്ടം, പഴയ പീരങ്കിയൊക്കെ വെച്ചിരിക്കുന്നത് കാണാം. ഇതുണ്ടോ, ബ്രിട്ടീഷ് കാലത്തെ വലിയ പീരങ്കികളൊക്കെ ഇരിക്കുന്നുണ്ടോ. മഴയായതുകൊണ്ട് മൊത്തത്തിൽ ഒരു മങ്ങലാണ്. നമ്മൾ ആ എൻട്രൻസിൽ കൂടിയാണ് കയറി വന്നത്. ധാരാളം ആളുകൾ ദിനവും വരുന്ന ഒരു പാലസാണിത്. പാലസ് മാത്രമല്ല, ഈ ഹെറിറ്റേജ് ഏരിയ ഹൈദരാബാദിൻ്റെ ഹെറിറ്റേജ് സിറ്റിയാണിത്. അപ്പോൾ ഇതുണ്ടോ, ഒരു വലിയ ഘടികാരമൊക്കെയുള്ള ഒരു ടവറാണിത്. പഴയകാല രാജാക്കന്മാരുടെ മികച്ച ഒരു നിർമ്മിതി, അതാണ് ഈ കൊട്ടാരം.
അതിൻ്റെ അകത്ത് കയറല്ലെന്ന് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ വായിക്കാൻ അറിയാമല്ലെങ്കിൽ എന്നായി, എവിടെ ചെന്നാലും ഇത് തന്നെ അവസ്ഥ. പണ്ട് ഞാൻ പോഴ്സ്നി ഹിൽസിൽ പോയപ്പോഴത്തേനും വാച്ച് ടവറിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇവിടെ നമുക്കൊരു പഴയ കുതിരവണ്ടി കാണാൻ പറ്റും. ഹെറിറ്റേജ് മ്യൂസിയവും കൂടിയാണിത്. ഇതുണ്ട് ഒരു പഴയ കുതിരവണ്ടി. പക്ഷെ അങ്ങോട്ട് പോകാനുള്ള വഴി വേറെ ഇല്ല. ഉണ്ടായിരുന്നാൽ ഞാൻ പോയി കണ്ടേനെ. പഴയ ഒരു കുതിരവണ്ടിയാണ്. അത് ഈ ക്ലോക്ക് ടവറിൻ്റെ, അതായത് പ്രധാനമായിട്ടുള്ള ഒരു കവാടത്തിൻ്റെ സമീപത്ത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് വിൻറ്റേജ് കാറുകളുടെ ഒരു വലിയ വിസ്മയ ലോകമുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി പോവാണ് നമ്മൾ. പിന്നെ ഈ കൊട്ടാരത്തിൻ്റെ പുറകുവശത്തേക്ക് വരുമ്പോൾ കാണുന്നത് വളരെ മനോഹരമായൊരു പുൽത്തകിടിയിൽ ചവിട്ടല്ലെന്ന് പറഞ്ഞാലും ചെയ്തുണ്ടോ, ഞാൻ പറഞ്ഞതിന് വല്ല മാറ്റമുണ്ടോ? അവരതിൻ്റെ അകത്തൂടെ നടന്നാലേ ഉള്ളൂ അവർക്ക് ആ ക്ഷീണം മാറിക്കിട്ടത്തുള്ളൂ. അത് നശിപ്പിക്കുക എന്നുള്ളതാണല്ലോ രീതി. ഒരു പുൽത്തകിടി ഒരു ലോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതിൻ്റെ പാട് അവർക്കറിയത്തില്ലല്ലോ. അതെങ്ങനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു ലോൺ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കയറുക എന്നുള്ളതാണ് വരുന്ന വിസിറ്റേഴ്സിൻ്റെ ഒരു പ്രധാന ഹോബി. ഏതുണ്ടോ കാണിക്കുന്ന വഴി കാട്ടായം. പഴയ ചെമ്പകങ്ങളാണ്, വെള്ളച്ചെമ്പകം പൂത്തു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണിത്. ഒരു സൈഡ് മുഴുവൻ മരങ്ങളാണ്, പലതരം മരങ്ങൾ. അതിനിടയിൽ വളരെ മനോഹരമായ കൊട്ടാരം. ഇത്തെ പഴയൊരു കതക് പറിച്ചു വച്ചിരിക്കുന്നതാണ്. ഈ ഭാഗത്തുണ്ടായിരുന്നാന്ന് തോന്നുന്നു. അപ്പോഴത്തേ നമ്മൾ മനോഹരമായ ഒരു കൊട്ടാരത്തിനുള്ളിലേക്ക് വന്നിരിക്കുകയാണ്. നിറയെ തൂണുകളും കമാനങ്ങളുമുള്ള മനോഹരമായൊരു കൊട്ടാരം. പുളിമരമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കണ്ടോ, ഒരു പുളിമരത്തെ വെട്ടി ലെവൽ ചെയ്ത് നിർത്തിയിരിക്കുന്നുണ്ടോ? എത്ര മനോഹരമാണെന്ന് നോക്കി. പുളിമരം പോലത്തെ മരമാണോ അതോ ഇവിടെ കാണുന്ന ആ പുളിയുടെ ഇല പോലെയുള്ള ഒരു മരമാണോ എന്നറിയില്ല. കാണാൻ വളരെ മനോഹരമാണ് കേട്ടോ. ഇതാണ് പഴയ കുതിരവണ്ടികളുടെ കളക്ഷൻ. പഴയ കാലത്തെ കുതിരവണ്ടികളാണ്. പല്ലക്ക്, കുതിരവണ്ടികൾ, ആട്ടുതൊട്ടിൽ, ഇതൊക്കെ തൊട്ടിലാണ് കേട്ടോ. ഒക്കെ തൊട്ടിലാണ്. അതുപോലെ തന്നെ ആനയുടെ മുകളിൽ കെട്ടിവെച്ച് യാത്ര ചെയ്യുന്ന ആ കെട്ടുകളാണിത്. ഇത് നമ്മൾ മൈസൂർ കൊട്ടാരത്തിലും കാണുകയുണ്ടായി. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. ഇതും അതുപോലെ തന്നെ ആനയുടെ പുറത്ത് വെച്ച് കെട്ടിപ്പോകുന്ന ഒരു ബക്കറ്റാണ്. അതുപോലെ തന്നെ ഇത് രണ്ടും കുതിരവണ്ടികൾ. എല്ലായിടത്തും റെസ്ട്രിക്ഷൻ ഉണ്ട്, മെയിൻ്റെനൻസ് ഒക്കെ നടക്കുന്നതുകൊണ്ടാവും. ഇതൊക്കെ അന്നത്തെ കാലത്തെ ഇരുമ്പിൻ്റെ ഡ്രെയിനേജ് സിസ്റ്റമാണ് ഈ കാണുന്നത്. അപ്പോൾ അതൊക്കെ ബ്ലോക്കായി പോയിട്ട് പുതിയ പൈപ്പ് ലൈനൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഇരുമ്പ് പൈപ്പുകളാണ് ഡ്രെയിനേജിന് ഉപയോഗിച്ചിരുന്നത്. അപ്പോഴത്തെ നമ്മൾ കൊട്ടാരത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ കൊട്ടാരത്തിൻ്റെ ഡാമേജൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ പൈപ്പൊക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ആ മുകളിലത്തെ കുമ്പയൊക്കെ അടിപൊളിയാണ് കാണാൻ. വലിയൊരു ആർച്ച്. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് വരുമ്പം കാണുന്നത് ഇവിടെ തൂണുകൾ കൊണ്ടുള്ള ആ ഗസീബോകൾ മാത്രമാണ്. ഇതിൻ്റെ ഉള്ളിൽ പഴയ കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളുടെയൊക്കെ ഒരു ശേഖരമാണ്. അപ്പോൾ അത് നമ്മൾ കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. മുത്തുകളും ചിപ്പികളും പിടിപ്പിച്ച വസ്ത്രങ്ങളായിരിക്കും. ഇതും ആ കൊട്ടാര സമുച്ചയത്തിൻ്റെ മറ്റൊരു ഭാഗത്തെ ഒരു ഫൗണ്ടനാണ് കേട്ടോ. ഇത് ഒരു കുളവും ഫൗണ്ടനും എല്ലാമാണ്. ഇതാ ഇവിടെയും നമുക്ക് കുറച്ച് കുതിരവണ്ടികൾ കാണാം. പല പല രാജാക്കന്മാർ മാറി മാറി ഉപയോഗിച്ച കുതിരവണ്ടികളാണ്. ഇത് കുടുംബമായിട്ട് പോകുന്ന കുതിരവണ്ടികളാണ്. ഇതുണ്ടോ,
നമുക്ക് കുതിരവണ്ടി മാത്രം കണ്ടാൽ മതി. യാട്ടുകൾ ഇപ്പോഴത്തെ കാറുകളുടെയും ബെൻസിൻ്റെയും വലിയ വലിയ വണ്ടികളുടെയും പഴയകാല രൂപമാണിത്. ഇപ്പോഴത്തെ ഇവിടെ പഴയ മോഡൽ ഫാമിലി ആയിട്ട് പോകുന്ന വണ്ടികളാണിത്. അതായത് 4-5 പേർക്ക് ഇരിക്കാവുന്ന വണ്ടികൾ. ഇതിൻ്റെ അകത്ത് വെസൽസൊക്കെയാണ് ബാക്കിയുള്ള ഭാഗത്ത്.